पहले मेरे साथ प्रभु राम जी को, माता जानकी को जरा याद कर लें, उसके बाद ही मैं अपनी बात को आगे बढ़ाऊंगा। सियावर रामचंद्र की, सियावर रामचंद्र की जय सिया राम, जय सिया राम। ये जयघोष सिर्फ सिया राम की नगरी में ഈ ജയഘോഷം കേവലം സിയാറാമിന്റെ നഗരത്തിൽ മാത്രമല്ല, ഈ ധ്വനി ലോകം മുഴുവൻ മുഴങ്ങിക്കേൾക്കും. विश्वभर में है। सभी देशवासियों को और विश्व भर में फैले എല്ലാ ദേശവാസികൾക്കും ലോകം മുഴുവനുള്ള കോടിക്കണക്കിന് ഭാരതഭക്തന്മാർക്കും രാമഭക്തന്മാർക്കും ഇന്നത്തെ ഈ പവിത്രവേളയിൽ കോടി കോടി ആശംസകൾ. कोटि कोटि बधाई। मंच पर विराजमान उत्तर प्रदेश के ऊर्जावान, यशस्वी, लोकप्रिय मुख्यमंत्री श्रीमान आदित्य योगीनाथ जी, വേദി അലങ്കരിക്കുന്ന UP ഗവർണർ ശ്രീമതി ആനന്ദിബി ബെൻ പട്ടേൽ, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജി, ആദരണീയനായ നൃത്യഗോപാൽദാസ് ജി മഹാരാജ്, ഏവരുടെയും ആദരണീയനായ മോഹൻ ഭാഗവത് ജി, हम सभी के श्रद्धेय आदरणीय मोहन भागवत जी, और यहां पर हिंदुस्तान के कोने कोने से आए हुए सभी संत परंपरा के महान तपस्वी जन, देश के सभी नागरिकों, ये मेरा सौभाग्य है कि श्री राम जन्मभूमि तीर्थ क्षेत्र ट्रस्ट ने मुझे आमंत्रित किया. ശ്രീ രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് എന്നെ ക്ഷണിച്ചത് എന്റെ സൗഭാഗ്യമാണ്. അതിലൂടെ ഈ ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകാൻ എനിക്ക് അവസരം തന്നു. ശ്രീരാം ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ഇതിന് ഞാൻ ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിന് ഹൃദയപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കുന്നു. और आना बड़ा स्वाभाविक भी था, क्योंकि राम काज किनु बिनु मोहि कहां विश्राम। भारत आज भगवान भास्कर के सानिध्य में, ഭാരതം ഇന്ന് ഭഗവാൻ ഭാസ്കരന്റെ സാന്നിധ്യത്തിൽ സരയൂ നദീതീരത്ത് ഒരു സുവർണ അധ്യായം രചിക്കുകയാണ്. കന്യാകുമാരി സെ ക്ഷീർ ഭവാനി തക്, കന്യാകുമാരി മുതൽ ക്ഷീരഭവാനി വരെ, ജഗന്നാഥ് സെ കേദാർനാഥ് തക്, കോട്ടേശ്വർ മുതൽ കാമാഖ്യ വരെ, ജഗന്നാഥ് മുതൽ കേദാർനാഥ് വരെ, സോമനാഥ് മുതൽ കാശി വിശ്വനാഥ് വരെ, സമ്മേദ് ശിഖർ മുതൽ ശ്രാവൺ ബെൽഗോള വരെ, ബോധഗയ മുതൽ സാരാനാഥ് വരെ, അമൃതസർ മുതൽ പട്ന സാഹിബ് വരെ, ആൻഡമാൻ മുതൽ അജ്മീർ വരെ, ലക്ഷദ്വീപ് മുതൽ ലേഹ് വരെ. ഇന്ന് മുഴുവൻ ഭാരതവും രാമമയമാണ്. രാജ്യം മുഴുവൻ രോമാഞ്ചിതമാണ്. ഓരോ മനസ്സും ദീപമയമാണ്. आज पूरा भारत भावुक है. രാജ്യം മുഴുവൻ ഭാവോത്സുകമാണ്. सदियों का इंतजार आज समाप्त हो रहा है. നൂറ്റാണ്ടുകളായ പ്രതീക്ഷകൾക്ക് ഇന്ന് സാക്ഷാത്കാരമായി. करोड़ों लोगों को आज ये विश्वास ही नहीं हो रहा होगा. കോടിക്കണക്കിന് ആളുകൾക്ക് ഇന്ന് വിശ്വാസം വരുന്നില്ല. കാരണം ഈ ജീവിതത്തിൽ ഈ പവിത്ര ദിനം കാണാനാകും എന്നവർ കരുതിയിരുന്നില്ല.
महानुभावों, बरसों से टाट और टेंट के नीचे रहे സുഹൃത്തുക്കളെ, വർഷങ്ങളായി കൂടാരത്തിനടിയിലിരുന്ന നമ്മുടെ രാംലല്ലയ്ക്കായി ഒരു മഹത്തായ ക്ഷേത്ര നിർമ്മാണം നടക്കും. मंदिर का निर्माण होगा. टूटना और फिर उठ खड़ा होना सदियों से चल रहे വീഴുക, इस പിന്നെ എഴുന്നേറ്റ് നിൽക്കുക, നൂറ്റാണ്ടുകളായി തുടർന്നു വന്ന ഈ രീതിയിൽ നിന്ന് രാമജന്മഭൂമി ഇന്ന് മോചനം നേടുകയാണ്. मेरे साथ एक बार फिर बोलिए, जय सियाराम. എന്നോടൊപ്പം ഒരിക്കൽ കൂടി വിളിച്ചു പറയുക, सियाराम. ജയ് സിയാറാം, ജയ് സിയാറാം. साथियों, हमारे स्वतंत्रता आंदोलन के समय സുഹൃത്തുക്കളെ, നമ്മുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് പല തലമുറകൾ സർവസ്വവും സമർപ്പിച്ചിട്ടുണ്ട്. सब कुछ समर्पित कर दिया था. गुलामी के कालखंड में कोई ऐसा समय नहीं था. അടിമത്തത്തിന്റെ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരം നടക്കാത്ത സമയമുണ്ടായിരുന്നില്ല. आंदोलन न चला हो. രാജ്യത്തിനായി ജീവത്യാഗം ചെയ്യാത്ത പ്രദേശവും ഉണ്ടായിരുന്നില്ല. जहां आजादी के लिए बलिदान न दिया गया हो. 15 अगस्त का दिन उस अथाह तप का लाखों बलिदानों का प्रतीक है. ഓഗസ്റ്റ് 15 എന്ന ദിനം ആ തപസ്സിന്റെ ലക്ഷക്കണക്കിന് രക്തസാക്ഷിത്വങ്ങളുടെ പ്രതീകമാണ്. उस भावना का प्रतीक है. സ്വാതന്ത്ര്യം നേടണമെന്നുള്ള പ്രതീക്ഷയും ആഗ്രഹവും സഫലമായ ഭാവനയുടെ പ്രതീകം കൂടിയാണ് ആ ദിനം. राम मंदिर के लिए कई सदियों तक ശരിക്കും അതുപോലെ രാമക്ഷേത്രത്തിനായി അനേകം നൂറ്റാണ്ടുകളോളം അനേകം തലമുറകൾ ഒരേ നിഷ്ഠയോടെ അനവരതം പ്രയത്നിച്ചു. आज का ये दिन उसी तप ഇന്നത്തെ ഈ ദിനം ആ ദൃഢനിശ്ചയത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകമാണ്. राम मंदिर के लिए चले आंदोलन में अर्पण भी था. രാമക്ഷേത്രത്തിനായുള്ള ഈ സമരം ഒരേ സമയം അർപ്പണവും സമർപ്പണവുമായിരുന്നു. संकल्प भी था. പോരാട്ടവും ദൃഢനിശ്ചയവുമായിരുന്നു. बलिदान और संघर्ष से आज ये स्वप्न साकार നിരവധി ആളുകളുടെ ത്യാഗം, ബലിദാനം, जिनकी സംഘർഷഭരിതമായ ജീവിതം എന്നിവയിലൂടെയാണ് ഈ സ്വപ്നം സാക്ഷാത്കരിച്ചത്. नींव की तरह जुड़ी हुई है. मैं അവരുടെ തപസ്സിന് രാമക്ഷേത്രവുമായി അഭേദ്യ ബന്ധമാണുള്ളത്. 130 करोड़ देशवासियों की तरफ से सर झुका ഞാൻ അവരുടെ എല്ലാവരുടെയും മുന്നിൽ ഇന്ന് നമിക്കുകയാണ്, അവരെ उनका വന്ദിക്കുകയാണ്. वंदन करता हूं. संपूर्ण सृष्टि की शक्तियां राम വുമായി ബന്ധപ്പെട്ട जो ഓരോ जहां വ്യക്തിയും है, അവിടെയുണ്ടോ इस आयोजन को ഈ സമ്മേളനം देख रहा കണ്ടുകൊണ്ടിരിക്കുന്നവർ, അവർ वो ഭാവോത്സുകരാണ്. भावविभोर है. सभी को आशीर्वाद दे रहा. അവർ എല്ലാവർക്കും ആശീർവാദം നൽകുകയും ചെയ്യുന്നു. राम हमारे मन में गढ़े हुए हैं. സുഹൃത്തുക്കളെ, രാമൻ നമ്മുടെ മനസ്സിൽ വസിക്കുന്നു, धूल मिल गए. നമ്മുടെ ഉള്ളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. कोई काम करना हो तो प्रेरणा के लिए हम എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ പ്രേരണയ്ക്കായി നാം ഭഗവാൻ രാമനെ വണങ്ങുന്നു. आप भगवान राम की अद्भुत शक्ति देखिए. ഭഗവാൻ രാമന്റെ അത്ഭുത ശക്തി കാണുക. इमारतें नष्ट हो गई, കെട്ടിടങ്ങൾ ഇല്ലാതായി, അസ്തിത്വം ഇല്ലാതാക്കാനുള്ള क्या പരിശ്രമങ്ങളും कुछ നടന്നു. नहीं हुआ. എന്നിട്ടും രാമൻ ഇന്നും अस्तित्व നമ്മുടെ मिटाने മനസ്സുകളിൽ का വസിക്കുന്നു. हर कोई प्रयास हुआ, बहुत हुआ, लेकिन राम आज भी हमारे मन में बसे हैं. हमारी संस्कृति के आधार है. നമ്മുടെ സംസ്കാരത്തിന്റെ അടിസ്ഥാനവും രാമനാണ്. भारत की मर्यादा है. ശ്രീരാമനാണ് ഭാരതത്തിന്റെ മര്യാദ. मर्यादा पुरुषोत्तम है. ശ്രീരാമൻ
മര്യാദ പുരുഷോത്തമനാണ്. इसी आलोक में अयोध्या में राम जन्मभूमि ഈ വെളിച്ചത്തിൽ അയോധ്യയിലെ രാമജന്മഭൂമിയിൽ इस भव्य ശ്രീരാമന്റെ ദിവ്യ ദിവ്യ मंदिर के ക്ഷേത്രത്തിനായി ഭൂമി പൂജ നടന്നു കഴിഞ്ഞു. लिए भूमि पूजन हुआ है. यहां आने से पहले मैंने हनुमान गढ़ी का दर्शन किया. ഇവിടെ വരുന്നതിന് മുൻപ് ഞാൻ ഹനുമാൻഗഡിയിൽ राम ദർശനം के നടത്തി. सब काम हनुमान ही तो करते हैं. രാമന്റെ സർവ്വകാര്യങ്ങളും നിവർത്തിക്കുന്നത് ഹനുമാനാണ്. राम के आदर्शों की രാമന്റെ कलयुग में ആദർശങ്ങൾ रक्षा करने की जिम्मेदारी കലിയുഗത്തിൽ भी സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും हनुमान जी ഹനുമാൻജിക്കുള്ളതാണ്. हनुमान जी के आशीर्वाद से ഹനുമാൻജിയുടെ ആശീർവാദത്തോടെയാണ് भूमि पूजन का आयोजन ശ്രീരാമക്ഷേത്ര शुरू हुआ. ഭൂമി പൂജ ആരംഭിച്ചത്. साथियों, श्री സുഹൃത്തുക്കളെ, राम का मंदिर हमारी ശ്രീരാമക്ഷേത്രം संस्कृति का നമ്മുടെ സംസ്കാരത്തിന്റെ आधुनिक ആധുനിക പ്രതീകമായി മാറും. प्रतीक बनेगा. और मैं जानबूझ करके आधुनिक शब्द का प्रयोग कर रहा हूं. നമ്മുടെ ശാശ്വതമായ നിലനിൽപ്പിന്റെ പ്രതീകമായി മാറും. शाश्वत आस्था का प्रतीक बनेगा. हमारी राष्ट्रीय भावना का प्रतीक बनेगा. और ये मंदिर करोड़ों करोड़ लोगों की കൂടാതെ ഈ ക്ഷേത്രം सामूहिक കോടാനുകോടി संकल्प ആളുകളുടെ शक्ति का भी സാമൂഹിക പ്രതീക്ഷകൾക്ക് प्रतीक बनेगा. ശക്തി പകരുന്നതിനുള്ള പ്രതീകമായി മാറും. ये मंदिर आने वाली पीढ़ियों को आस्था, ഈ ക്ഷേത്രം श्रद्धा വരും തലമുറയ്ക്ക് और അസ്തിത്വത്തിന്റെയും ആദരവിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും പ്രേരണ നൽകും. इस मंदिर के बनने के बाद अयोध्या की सिर्फ भव्यता ही नहीं बढ़ेगी, इस क्षेत्र का ഈ ക്ഷേത്ര നിർമ്മിതിയെ पूरा अर्थतंत्र അയോധ്യയുടെ भी മഹത്വം बदल മാത്രമല്ല വർദ്ധിപ്പിക്കുന്നത്, അതിലൂടെ പ്രദേശത്തിന്റെ സാമ്പത്തിക മുന്നേറ്റവും സാധ്യമാകും. हर क्षेत्र में नए अवसर बनेंगे. ഇവിടെ ഓരോ മേഖലയിലും പുതിയ അവസരങ്ങൾ വർദ്ധിക്കും. अवसर बढ़ेंगे. सोचिए, ചിന്തിക്കൂ, पूरी दुनिया से लोग यहां आएंगे. पूरी दुनिया ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ ഇവിടെ എത്തും. और माता जानकी का दर्शन ലോകം करने മുഴുവൻ आएंगे. ശ്രീരാമ ഭഗവാനെയും कितना ജാനകി कुछ മാതാവിനെയും बदल जाएगा ദർശിക്കാനെത്തും. यहाँ. साथियों, राम ഇവിടെ എന്തെല്ലാം मंदिर के മാറ്റങ്ങളാണ് निर्माण വരാൻ की പോകുന്നത്? प्रक्रिया സുഹൃത്തുക്കളെ, राष्ट्र को രാമക്ഷേത്രം जोड़ने നിർമ്മിക്കാനുള്ള का ഈ പ്രക്രിയ उपक्रम है. രാജ്യത്തെ ഒരുമിച്ച് നിർത്താനും കൂടി ये പ്രയോജനപ്പെടും. महोत्सव है. विश्वास को ഇത് മഹോത്സവമാണ്. विद्यमान से जोड़ने വിശ്വാസത്തെ സാക്ഷാത്കാരവുമായി नर ബന്ധിപ്പിക്കുന്നു. को नारायण से മനുഷ്യനെ जोड़ने ഈശ്വരനുമായി लोक ബന്ധിപ്പിക്കുന്നു. को आस्था से പ്രദേശങ്ങളെ जोड़ने का, വിശ്വാസവുമായി ബന്ധിപ്പിക്കുന്നു. वर्तमान को വർത്തമാനകാലത്തെ अतीत से जोड़ने का ഭൂതകാലവുമായി और ബന്ധിപ്പിക്കുന്നു. स्व को संस्कार से നാം जोड़ने ഓരോരുത്തരെയും സംസ്കാരവുമായി ബന്ധിപ്പിക്കുന്നത്. का। आज के इस ऐतिहासिक पल युगों ഇന്നത്തെ ഈ युगों तक ചരിത്ര നിമിഷം യുഗങ്ങളോളം ചക്രവാളങ്ങൾ വരെ ഭാരതത്തിന്റെ യശസ്സിന്റെ പതാക भारत की कीर्ति പാറിച്ചുകൊണ്ടേയിരിക്കും. पताका फहराते रहेंगे. आज का ये दिन करोड़ों राम भक्तों के संकल्प की ഇന്നത്തെ ഈ ദിനം കോടിക്കണക്കിന് രാമഭക്തരുടെ ഉറച്ച വിശ്വാസത്തിന്റെയും സത്യത്തിന്റെയും പ്രമാണമാണ്. सत्य, अहिंसा, आस्था ഇന്നത്തെ ഈ और ദിനം बलिदान को സത്യം, അഹിംസ, न्यायप्रिय വിശ്വാസം, भारत की ത്യാഗം എന്നിവയ്ക്കായി एक നീതിനിഷ്ഠമായ अनुपम ഭാരതത്തിന്റെ भेंट है. അമൂല്യ സമ്മാനമാണ്. कोरोना से बनी स्थितियों के कारण കൊറോണയുണ്ടാക്കിയ ഭൂമി സ്ഥിതിവിശേഷം പൂജൻ കാരണം कार्यक्रम ഈ ഭൂമി പൂജ ചടങ്ങ് अनेक പല ചട്ടങ്ങളും मर्यादाओं പാലിച്ചാണ് के बीच हो നടക്കുന്നത്. रहा है. श्री राम के काम में मर्यादा का ശ്രീരാമൻ തന്റെ പ്രവർത്തനങ്ങളിൽ जैसा उदाहरण എങ്ങനെ प्रस्तुत മാതൃകയായോ किया जाना चाहिए, അപ്രകാരം ഈ അവസരത്തിൽ देश ने നമ്മുടെ രാജ്യവും മര്യാദ वैसा കാട്ടും. ही उदाहरण प्रस्तुत किया है. इसी मर्यादा का अनुभव हमने तब भी किया था जब मानवीय सर्वोच्च न्यायालय ने अपना ऐतिहासिक फैसला सुनाया. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി हमने तब भी ചരിത്രപരമായ देखा था വിധി പ്രഖ്യാപിച്ചപ്പോൾ कि कैसे ഇതേ മര്യാദ നാം കാണിച്ചു. सभी देशवासियों ने
शांति के എല്ലാവരുടെയും താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ദേശവാസികൾ സമാധാനപരമായി പെരുമാറിയത് നാം കണ്ടു. व्यवहार किया था. എല്ലായിടവും അതേ മര്യാദ ദർശിക്കാൻ കഴിയും. वही मर्यादा देख रहे हैं. साथियों, इस मंदिर के साथ സുഹൃത്തുക്കളെ, सिर्फ ഈ ക്ഷേത്ര നിർമ്മാണത്തോടൊപ്പം പുതിയ ചരിത്രം രചിക്കുക മാത്രമല്ല, बल्कि ചരിത്രം സ്വയം ആവർത്തിക്കുകയുമാണ്. दोहरा भी रहा है. जिस तरह गिलहरी से लेकर वानर और केवट से लेकर എങ്ങനെയാണോ वनवासी അണ്ണാൻ മുതൽ വാനരന്മാർ വരെയും भगवान राम के വള്ളക്കാരൻ विजय का മുതൽ भाग्य വനവാസി मिलने का വരെയുള്ളവർക്ക് सौभाग्य मिला. ഭഗവാൻ രാമന്റെ വിജയത്തിന് ഹേതുവാകാൻ സൗഭാഗ്യം ലഭിച്ചത്. छोटे छोटे ग्वालों ने എങ്ങനെയാണോ ചെറു ഇടയ ബാലകർ ഭഗവാൻ ശ്രീകൃഷ്ണനോടൊപ്പം ഗോവർദ്ധന പർവ്വതം ഉയർത്താൻ മുഖ്യ बड़ी പങ്കുവച്ചു. भूमिका निभाई. जिस तरह मावड़े छत्रपति वीर शिवाजी की എങ്ങനെയാണോ മറാത്താക്കാർ ഛത്രപതി വീരശിവജിയുടെ സ്വരാജ്യ സൃഷ്ടിക്ക് നിമിത്തമായത്, गरीब पिछड़े विदेशी आक्रांताओं के साथ എങ്ങനെയാണോ लड़ाई में സാധാരണക്കാർ വിദേശാക്രമണത്തിന് വന്നവരെ നേരിടുന്നതിന് മഹാരാജ സുഹേൽ ദേവിനെ जिस സഹായിച്ചു, तरह ദളിതോं പിछड़ों ആദിവാസിയോं എങ്ങനെയാണോ അടിച്ചമർത്തപ്പെട്ടവരും പിന്നോക്കക്കാരും ആദിവാസികളും സമൂഹത്തിലെ ഓരോ വിഭാഗവും സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജിയെ സഹായിച്ചത്, उसी तरह आज അതുപോലെ ഇന്ന് भर के लोगों के ദേശവാസികളുടെ सहयोग से സഹകരണത്തോടെ രാമക്ഷേത്ര നിർമ്മാണം എന്ന പുണ്യപ്രവൃത്തിക്ക് തുടക്കം पुण्य കുറിക്കാനായി. कार्य प्रारंभ हुआ है. हम जानते हैं, जैसे पत्थरों पर श्री राम लिखकर राम सेतु बनाया गया. എങ്ങനെയാണോ പാറക്കല്ലുകളിൽ ശ്രീറാം എന്നെഴുതി രാമസേതു നിർമ്മിച്ചത്, അതുപോലെ ഓരോ വീടുകളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും पूर्वक पूजी ആദരവോടെ പൂജിച്ച ശിലകൾ यहाँ ഇവിടെ ऊर्जा का स्रोत ഊർജ बन गई. സ്രോതസ്സായി മാറി. देश भर के धामों और मंदिरों से लाई गई मिट्टी और नदियों का पवित्र जल രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ക്ഷേത്രങ്ങളിൽ നിന്നും കൊണ്ടുവന്ന वहाँ की മണ്ണും संस्कृति और वहाँ की നദികളിലെ भावनाएं ജലവും आज അവിടുത്തെ यहाँ की ജനങ്ങളുടെ സംസ്കാരവും एक ഭാവനയും अमोघ എല്ലാം शक्ति बन गई. ഇന്ന് ഇവിടെ ശക്തിയായി മാറി. वाकई ശരിക്കും ഇത് ഭൂതമോ ഭാവിയോ അല്ല, ये न भूतो न भविष्यति है. भारत की आस्था, भारत के लोगों की सामूहिकता ഭാരതത്തിന്റെ സങ്കല്പം, और इस ഭാരതത്തിലെ सामूहिकता की സമൂഹ अमोघ ചിന്തയുടെ शक्ति വിലപ്പെട്ട ശക്തി മുഴുവൻ पूरी ലോകത്തിനും दुनिया के लिए ഗവേഷണ വിഷയമാണ്. अध्ययन का विषय है, शोध का विषय है. साथियों, श्री रामचंद्र को तेज में सूर्य के समान, സുഹൃത്തുക്കളെ, ശ്രീരാമചന്ദ്രൻ क्षमा में തേജസ്സിൽ സൂര്യനെ पृथ्वी പോലെ, के तुल्य, ക്ഷമയിൽ ഭൂമിക്ക് बुद्धि തുല്യം, में बृहस्पति के सदृश, ബുദ്ധിയിൽ ബൃഹസ്പതിക്ക് സമാനം, यश में പ്രശസ്തിയിൽ इंद्र के ഇന്ദ്രന് समान സമാനം माना गया. എന്ന് കരുതപ്പെടുന്നു. श्री राम का चरित्र सबसे अधिक जिस केंद्र बिंदु पर घूमता है, സത്യത്തിൽ ഉറച്ചു നിൽക്കുക എന്നതാണ് ശ്രീരാമചന്ദ്രന്റെ ഏറ്റവും വലിയ സവിശേഷത. इसलिए ही श्री राम संपूर्ण है. അതുകൊണ്ട് തന്നെ ശ്രീരാമൻ സമ്പൂർണനാണ്. वो हजारों वर्षों से भारत के लिए അതുകൊണ്ട് തന്നെ ശ്രീരാമൻ ആയിരക്കണക്കിന് വർഷങ്ങളായി ഭാരതത്തിന്റെ പ്രകാശ സ്തംഭമായി നിലകൊള്ളുന്നു. सामाजिक समरसता को अपने शासन की आधारशिला बनाया था. സാമൂഹിക ഐക്യം തന്റെ ഭരണത്തിന്റെ അടിസ്ഥാനശിലയായി गुरु वशिष्ठ ശ്രീരാമൻ से കണ്ടു. ज्ञान, केवट से प्रेम, सबरी से मातृत्व, ഗുരു വസിഷ്ഠനിൽ നിന്ന് ജ്ഞാനം, एवं वनवासी बंधुओं से തോണിക്കാരനിൽ നിന്ന് सहयोग സ്നേഹം, और प्रजा ശബരിയിൽ से നിന്ന് മാതൃത്വം, विश्वास प्राप्त. ഹനുമാൻ സ്വാമി, മറ്റു വനവാസികൾ എന്നിവരിൽ നിന്ന് സഹകരണം, പ്രജകളിൽ നിന്ന് വിശ്വാസം गिलहरी की എന്നിവ महत्ता നേടിയെടുത്തു. को भी उन्होंने सहर्ष स्वीकार किया. ഒരു അണ്ണാന്റെ മഹത്വം പോലും അദ്ദേഹം സഹർഷം സ്വീകരിച്ചു. उनकी वीरता, उनकी അദ്ദേഹത്തിന്റെ उदारता, അത്ഭുതകരമായ उनकी വ്യക്തിത്വം, सत्यनिष्ठा, വീരത, उनकी निर्भीकता
ഉദാരമനസ്കത, സത്യനിഷ്ഠ, നിർഭയത്വം, ധൈര്യം, ദൃഢനിശ്ചയം, ദീർഘവീക്ഷണം എന്നീ ഗുണങ്ങൾ യുഗങ്ങളോളം നമുക്ക് പ്രേരണയാകുന്നു. राम प्रजा से एक समान प्रेम करते हैं. രാമൻ പ്രജകളെ ഒരേപോലെ സ്നേഹിച്ചു. गरीबों और दीन എന്നാൽ दुखियों പാവപ്പെട്ടവരെയും നിരാശ്രരെയും അദ്ദേഹം പ്രത്യേക ശ്രദ്ധ നൽകി और പരിപാലിച്ചു. इसलिए तो माता सीता राम जी के लिए അതിനാൽ कहती സീതാമാതാവ് രാമനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു: दीन दयाल बिरुदु संभारी, यानी जो दीन है, അതായത് जो दुखी है, ആർക്കാണോ ദീനതയുള്ളത്, उनकी बिगड़ी ആർക്കാണോ बनाने वाले ദുഃഖമുള്ളത്, അവരുടെ ആശ്രയം ശ്രീരാമനാണ്. साथियों, जीवन का ऐसा कोई पहलू नहीं है ശ്രീരാമനിൽ നിന്ന് പ്രേരണ ലഭിക്കാത്ത നിമിഷങ്ങളൊന്നും ജീവിതത്തിലില്ല. प्रेरणा न देते हो. भारत की ऐसी कोई भावना नहीं है ശ്രീരാമൻ തിളങ്ങാത്ത സങ്കല്പങ്ങളൊന്നും ഭാരതത്തിലില്ല. झलकते न हो. भारत की आस्था में राम है, ഭാരതത്തിന്റെ വിശ്വാസത്തിൽ भारत के രാമനുണ്ട്. आदर्शों में राम है, ഭാരതീയ ആദർശങ്ങളിൽ भारत की ശ്രീരാമനുണ്ട്. दिव्यता में राम है. ഭാരതത്തിന്റെ ദിവ്യത്വത്തിലും भारत के दर्शन में ദർശനത്തിലും राम है. ശ്രീരാമനുണ്ട്. हजारों साल पहले वाल्मीकि रामायण, ആയിരക്കണക്കിന് जो വർഷങ്ങൾക്ക് राम മുൻപ് प्राचीन भारत വാൽമീകി का രാമായണത്തിലെ प्रदर्शन कर രാമൻ रहे थे. പ്രാചീന ഭാരതത്തിന്റെ വഴികാട്ടിയായിരുന്നു. मध्य युग में ഏത് രാമനാണോ മധ്യയുഗത്തിൽ തുളസി, കബീർ എന്നിവരിലൂടെ ഭാരതത്തിന് ബലം നൽകിയത്, वही राम അതേ രാമൻ आजादी की लड़ाई സ്വാതന്ത്ര്യ के സമരകാലത്ത് ഗാന്ധിജിയുടെ ഭജനങ്ങളിൽ में अहिंसा और അഹിംസ, सत्याग्रह के സത്യഗ്രഹം शक्ति എന്നിവയിലൂടെ बनकर मौजूद थे. ശക്തിയായി മാറി. तुलसी के राम सगुण राम है. തുളസിയുടെ രാമൻ എല്ലാ ഗുണങ്ങളോടും കൂടിയതാണെങ്കിൽ നാനാക്കിന്റെയും കബീറിന്റെയും രാമൻ भगवान बुद्ध നിർഗുണ भी രാമനാണ്. राम से जुड़े हैं. तो सदियों से ये अयोध्या नगरी ഭഗവാൻ जैन ബുദ്ധനും धर्म की രാമനുമായി आस्था का ബന്ധപ്പെട്ടിരിക്കുന്നു. भी केंद्र रहा है. നൂറ്റാണ്ടുകളായി राम की അയോധ്യ यही നഗരം सर्वव्यापकता, ജൈന മതവിശ്വാസത്തിന്റെ കേന്ദ്രം കൂടിയായിരുന്നു. विविधता में एकता का जीवन രാമന്റെ ഈ चरित्र है. സർവ്വവ്യാപിത്വം ഭാരതത്തിൽ നാനാത്വത്തിൽ ഏകത്വം രചിച്ചു. तमिल में कंब रामायण, तो तेलुगु में തമിഴിൽ रघुनाथ और കമ്പ രാമായണം, रघुनाथ रामायण है. തെലുങ്കിൽ രഘുനാഥ്, രംഗനാഥ് രാമായണങ്ങൾ, रूपपात, कातेड़पदी, ഒഡിയയിൽ രുയിപാത്, കാത്തേട് പതി तो कन्नड़ा രാമായണങ്ങൾ, में കന്നഡയിൽ कुमुदेन्दु रामायण കുമുദേന്ദു है. രാമായണം. आप कश्मीर जाएंगे കാശ്മീരിലേക്ക് ചെന്നാൽ നിങ്ങൾക്ക് രാമാവതാര ചരിത്രം ലഭിക്കും. चरित्र मिलेगा. मलयालम में മലയാളത്തിൽ रामचरितम രാമചരിതം ലഭിക്കും. मिलेगी. बांग्ला में कृतिवास रामायण है. ബംഗ്ലയിൽ കൃത്തിവാസ तो രാമായണവും गुरु गोविंद सिंह जी ने तो ഗുരു ഗോവിന്ദ് സിംഗ് സ്വയം ഗോവിന്ദ രാമായണവും गोविंद എഴുതിയിട്ടുണ്ട്. रामायण लिखी है. अलग अलग रामायणों में വിവിധ രാമായണങ്ങളിൽ जगहों पर വിവിധ സ്ഥലങ്ങളിൽ രാമൻ ഭിന്ന രൂപനാണ്. भिन्न भिन्न रूपों में मिलेंगे, लेकिन राम सब जगह है. രാമൻ എല്ലായിടത്തുമുണ്ട്. राम सब രാമൻ എല്ലാവരുടേതുമാണ്. इसलिए राम भारत की അതുകൊണ്ട് अनेकता में एक तरह के രാമൻ सूत्र ഭാരതത്തെ നാനാത്വത്തിൽ ഏകത്വം എന്ന ചരടിലൂടെ ബന്ധിപ്പിക്കുന്നു. कितने ही देश സുഹൃത്തുക്കളെ, राम के नाम का ലോകത്ത് ഏതെല്ലാം वंदन രാജ്യങ്ങൾ करते हैं. രാമനാമത്തെ വന്ദിക്കുന്നുവോ वहां के नागरिक അവിടെയുള്ള പൗരന്മാർ खुद को രാമനുമായി श्री ബന്ധപ്പെട്ടവരായി राम से കരുതുന്നു. जुड़ा हुआ मानते हैं. विश्व की सर्वाधिक मुस्लिम जनसंख्या जिस देश में है, ലോകത്ത് മുസ്ലിം ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ. वहां हमारे देश की तरह അവിടെ നമ്മുടെ രാജ്യത്തേതുപോലെ रामायण, കാകാവിൻ രാമായണം, स्वर्णदीप സ്വർണദീപ രാമായണം, യോഗേശ്വര രാമായണം योगेश्वर തുടങ്ങി रामायण അനന്യമായ जैसी कई निरवधि अनूठी रामायणങ്ങളുണ്ട്. है. राम आज भी वहां पूजनीय है. അവിടങ്ങളിലൊക്കെ ശ്രീരാമനെ ഇപ്പോഴും പൂജിക്കുന്നുണ്ട്. रमकेर रामायण है. കംബോഡിയയിൽ लाओ में രംകേർ രാമായണമുണ്ട്. फ्रालाक, फ्रालाब, ലാവോയിൽ रामायण है. ഫ്രാലാഖ്, ഫ്രാലാം मलेशिया രാമായണമുണ്ട്. में हिकायत सेरी राम, മലേഷ്യയിൽ तो ഹിക്കായത്ത് थाईलैंड में സേരിറാം ആണെങ്കിൽ रामाकेन, തായ്ലൻഡിൽ രാമാക്കേനാണ്. आपको ईरान और चीन में भी राम के प्रसंग, നിങ്ങൾക്ക് ഇറാനിലും ചൈനയിലും राम രാമസന്ദർഭങ്ങളും विवरण में, രാമകഥയിലെ വിവരണങ്ങളും ലഭിക്കും. श्रीलंका में रामायण की कथा ശ്രീലങ്കയിൽ രാമായണ കഥ ജാനകീഹരണം എന്ന പേരിൽ അറിയപ്പെടുന്നു. और नेपाल का तो
നേപ്പാളിൽ രാമനുമായുള്ള ആത്മീയ ബന്ധം ജാനകി മാതാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ऐसे ही दुनिया के और न जाने कितने देश हैं ഇതുപോലെ ലോകത്ത് എത്രയോ രാജ്യങ്ങളിൽ അതിന്റെ തീരങ്ങളിൽ जहाँ की അവരവരുടെ വിശ്വാസങ്ങളുടെ ഭാഗമായോ या अतीत ഭൂതകാലത്തിന്റെ में ഭാഗമായോ ശ്രീരാമൻ ഇപ്പോഴും किसी न किसी ബഹുമാനിക്കപ്പെടുന്നു. रूप में रचे बसे हैं. आज भी भारत के बाहर दर्जनों ऐसे देश हैं जहां वहां की भाषा में राम कथा ഭാരതത്തിന് പുറത്തുള്ള അനേകം രാജ്യങ്ങളിൽ അവിടുത്തെ ഭാഷകളിൽ मुझे विश्वास രാമകഥ है ഇന്നും പ്രചലിതമാണ്. कि आज इन ഇന്ന് देशों ഈ में രാജ്യങ്ങളിലെ കോടിക്കണക്കിന് ആളുകളും करोड़ों लोगों को രാമക്ഷേത്ര നിർമ്മാണത്തിൽ राम मंदिर के സന്തോഷിക്കുന്നുണ്ട് എന്ന് निर्माण ഞാൻ का काम വിശ്വസിക്കുന്നു. शुरू होने से बहुत सुखद अनुभूति हो रही होगी. आखिरकार राम सबके हैं. राम അതായത് सब രാമൻ में है. എല്ലാവരുടേതുമാണ്, साथियों, എല്ലാവരിലുമുണ്ട്. मुझे विश्वास है कि श्री राम के नाम की तरह ही अयोध्या में बनने वाला भव्य राम मंदिर സുഹൃത്തുക്കളെ, भारतीय संस्कृति ശ്രീരാമനാമത്തിൽ की അയോധ്യയിൽ നിർമ്മിക്കുന്ന ഈ പവിത്ര ക്ഷേത്രം द्योतक ഭാരതീയ സംസ്കാരം പ്രതിഫലിപ്പിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. के यहाँ निर्मित होने वाला राम मंदिर ഇവിടെ നിർമ്മിക്കുന്ന രാമക്ഷേത്രം അനന്തകാലം വരെ മനുഷ്യരാശിക്ക് പ്രേരണ നൽകുമെന്നും എനിക്ക് വിശ്വാസമുണ്ട്. इसलिए हमें ये भी सुनिश्चित करना है कि भगवान श्री राम का संदेश, അതുകൊണ്ട് ഭഗവാൻ ശ്രീരാമന്റെ സന്ദേശം, രാമക്ഷേത്രത്തിന്റെ हमारी സന്ദേശം, हजारों सालों की നമ്മുടെ परंपरा का ആയിരക്കണക്കിന് संदेश വർഷത്തെ പാരമ്പര്യത്തിന്റെ സന്ദേശം कैसे എങ്ങനെ ലോകം മുഴുവൻ എത്തിക്കാനാകുമെന്ന് നാം തീരുമാനിക്കും. निरंतर पहुंचे, कैसे हमारे ज्ञान, हमारी जीवन दृष्टि से എങ്ങനെ നമ്മുടെ അറിവ്, നമ്മുടെ ജീവിത ദൃഷ്ടി എന്നിവ ലോകത്തിന് പരിചയപ്പെടുത്താമെന്ന് ചിന്തിക്കേണ്ടത് നമ്മുടെയും ഭാവി തലമുറയുടെയും ഉത്തരവാദിത്വമാണ്. विशेष जिम्मेदारी है. इसी को समझते हुए आज देश में भगवान राम के चरण ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് രാജ്യത്ത് ഭഗവാൻ രാമന്റെ പാദങ്ങൾ എവിടെല്ലാം പതിഞ്ഞിട്ടുണ്ടോ അവിടെല്ലാം രാം സർക്യൂട്ട് നിർമ്മിക്കേണ്ടതുണ്ട്. अयोध्या तो ഭഗവാൻ രാമന്റെ സ്വന്തം നഗരമാണ് അയോധ്യ. अपनी नगरी है. അയോധ്യയുടെ മഹത്വം ശ്രീരാമപ്രഭു തന്നെ राम ने कही, സ്വയം ഇങ്ങനെ പറയുന്നു. जन्मभूमि मम पुरी सुहावनी. यहाँ राम कह रहे ഇവിടെ രാമൻ हैं, പറയുന്നു, मेरी എന്റെ ജന്മഭൂമി അയോധ്യ അലൗകിക शोभा ശോഭയുള്ള की नगरी. നഗരമാണെന്ന്. मुझे खुशी की आज ശ്രീരാമന്റെ ജന്മഭൂമിയുടെ പ്രൗഢിയും ദിവ്യത്വം വർദ്ധിപ്പിക്കുവാൻ അനേകം ചരിത്രപരമായ കാര്യങ്ങൾ നടക്കുന്നു എന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. हो रहे हैं. साथियों, हमारे यहाँ സുഹൃത്തുക്കളെ, शास्त्रों में നമ്മുടെ कहा ശാസ്ത്ര गया है, ഗ്രന്ഥങ്ങളിൽ പറയുന്നത് न राम सदस्य राजा पृथ्व्याम नीतिवान अभूत. यानी कि അതായത് पूरी पृथ्वी पर ലോകത്തൊരിടത്തും ശ്രീരാമനെ പോലെ നീതിമാനായ ഭരണാധികാരി ഉണ്ടായിട്ടില്ലെന്ന്. नीतिवान शासक कभी हुआ ही नहीं. श्री राम की शिक्षा है, ശ്രീരാമൻ നൽകുന്ന അറിവ്, नहीं दरिद्र को दुखी न दीना. അതായത് कोई भी दुखी न ദുഃഖിക്കുന്നവരും हो. ദരിദ്രരുമായി गरीब ആരും न ഉണ്ടാകരുത്. श्री राम का सामाजिक संदेश है, पहुष्ट नर नारी कह समाज उत्सव शोभित. नर नारी सभी അതായത് സ്ത്രീ പുരുഷന്മാർ ഒരുപോലെ സന്തുഷ്ടരാകണം. भेदभाव नहीं. श्री राम का निर्देश है, कच्चित ते दयती है सर्वे है. ശ്രീരാമൻ നൽകുന്ന നിർദ്ദേശം, അതായത് കർഷകരും പശുപാലകരും എപ്പോഴും സന്തുഷ്ടരാകണം. सभी हमेशा खुश रहे. श्री राम का आदेश है, कश्चित वृद्धांच बालांच वैद्यान मुखान राघव त्रिभिहि ऐते. ശ്രീരാമൻ നൽകുന്ന നിർദ്ദേശം ഇതാണ്: बुजुर्गों की, മുതിർന്നവരെയും കുട്ടികളെയും ചികിത്സകരെയും चिकित्सकों की സദാ രക്ഷിക്കണം. सदैव रक्षा होनी चाहिए. ये कोरोना ने हमको बराबर सिखा ഇത് दिया കൊറോണ है. ഇതിനകം നമ്മെ പഠിപ്പിച്ചു കഴിഞ്ഞു. श्री राम का आह्वान है, जो सभित आवा सरनाई रखी हूं ताही प्राण की नाई.
ശ്രീരാമൻ നൽകുന്ന ആഹ്വാനം ഇതാണ്. ശരണം പ്രാപിക്കുന്നവരെ രക്ഷിക്കേണ്ടത് ഏവരുടെയും കർത്തവ്യമാണ്. सभी का कर्तव्य है. श्री राम जी का ही ये संदेश है. श्री राम जी का भी कमिटमेंट है. ശ്രീരാമന്റെ മന്ത്രം ഇതാണ്. जन्मभूमिश्च स्वर्गादपि गरीयसी. अपनी അതായത് മാതൃഭൂമി സ്വർഗത്തെക്കാൾ മഹത്തരമാണ്. होती है. और भाइयों बहनों, അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, ഇതും രാമനീതിയാണ്. श्री राम की नीति है. और वो क्या है? भय बिनु होई न प्रीति. इसलिए हमारा देश അതിനാൽ നമ്മുടെ രാജ്യം എത്ര ശക്തി നേടുമോ അത്രയും ഉന്നതിയും സമാധാനവും കൈവരിക്കും. और शांति भी बनी रहेगी. राम की यही नीति, രാമന്റെ ഈ നീതിയും രീതിയും യുഗങ്ങളായി ഭാരതത്തിന് മാർഗദർശനം നൽകുന്നു. भारत का मार्गदर्शन करती रही है. राष्ट्रपिता महात्मा गांधी ने इन्हीं सूत्रों, രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഈ മന്ത്രങ്ങളുടെ വെളിച്ചത്തിൽ രാമരാജ്യം എന്ന സ്വപ്നം കണ്ടു. देखा था. राम का जीवन, उनका चरित्र ही രാമന്റെ ജീവിതം, ചരിത്രം രാമരാജ്യത്തിലേക്കുള്ള മാർഗമാണ്. साथियों, स्वयं प्रभु श्री राम ने സുഹൃത്തുക്കളെ, कहा, ശ്രീരാമ പ്രഭു പറയുന്നു, देश काल अवसर अनुआहारी, बोले वचन विनित विचारी. अर्थात അതായത് രാമൻ സമയം, സ്ഥലം, പരിതസ്ഥിതികൾ എന്നിവ നോക്കി സംസാരിക്കുന്നു, ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു. सोचते हैं, करते भी है. राम हमें समय के साथ बढ़ना सिखाते हैं. സമയത്തിനൊപ്പം മുന്നേറാനും സഞ്ചരിക്കാനും രാമൻ നമ്മെ പഠിപ്പിക്കുന്നു. सिखाते हैं. राम परिवर्तन के पक्षगर है. രാമൻ മാറ്റവും ആധുനികതയും ആഗ്രഹിക്കുന്നു. आधुनिकता के पक्षगर है. उनकी इन्हीं प्रेरणाओं के साथ, श्री राम के आदर्शों के साथ അദ്ദേഹം തരുന്ന ഈ ആദർശങ്ങളിലൂടെ ഭാരതം മുന്നേറും. आज आगे बढ़ रहा है. साथियों, प्रभु श्री राम ने हमें സുഹൃത്തുക്കളെ, ശ്രീരാമ പ്രഭു നമ്മെ കർത്തവ്യബോധം പഠിപ്പിക്കുന്നു. अपने कर्तव्यों को कैसे निभाएं, നമ്മുടെ കർത്തവ്യങ്ങൾ എങ്ങനെ നിറവേറ്റണമെന്നും അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നു. विरोध से निकलकर बोध और शोध का मार्ग അസഹിഷ്ണുതയുടെ दिखाया. പാത വിട്ട് നമ്മെ ശരിയായ മാർഗത്തിലേക്ക് സഞ്ചരിക്കാൻ പഠിപ്പിക്കുന്നു. और भाईचारे के जोड़ से राम मंदिर की इन शिलाओं को പരസ്പര जोड़ना. സ്നേഹത്തിലൂടെയും സാഹോദര്യത്തിലൂടെയും രാമക്ഷേത്രത്തിനായുള്ള ഈ ശിലകൾ സംയോജിപ്പിക്കേണ്ടതുണ്ട്. मानवता ने राम को माना है. എപ്പോഴെല്ലാം മാനവരാശി മനുഷ്യനെ, രാമനെ മാനിക്കുന്നുവോ അപ്പോഴൊക്കെ അഭിവൃദ്ധി സാധ്യമായതായി ഞാൻ विनाश के മനസ്സിലാക്കുന്നു. रास्ते खुले हैं. हमें सभी की भावनाओं का ध्यान रखना है. हमें सबके साथ से, सबके विश्वास से सबका विकास करना है. എപ്പോഴെല്ലാം നാം വേറിട്ട് നിന്നോ അപ്പോഴൊക്കെ വിനാശത്തിന്റെ വഴി നാം തുറന്നിട്ടുണ്ട്. एक आत्मविश्वासी, നാം എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട്. നമുക്കൊരുമിച്ച് എല്ലാവരുടെയും വിശ്വാസത്തിലൂടെ എല്ലാവരുടെയും വികസനം ഉറപ്പാക്കേണ്ടതുണ്ട്. നമ്മുടെ ശ്രമത്തിലൂടെയും ദൃഢനിശ്ചയത്തിലൂടെയും നമുക്ക് ആത്മവിശ്വാസമുള്ള സ്വയം പര്യാപ്ത ഭാരതത്തിന്റെ നിർമ്മാണം നടത്തേണ്ടതുണ്ട്. कालम तान इन इनुम इरितु पोलाम. भाव ये തമിഴ് രാമായണത്തിൽ ശ്രീരാമൻ പറയുന്നു, അതായത് ഇനിയും വൈകിക്കരുത്, आगे बढ़ना നമുക്ക് है. മുന്നോട്ട് പോകേണ്ടതുണ്ട്. आज भारत के लिए भी, ഇന്ന് ഭാരതത്തിനു हम വേണ്ടിയും सबके लिए भी നമുക്ക് എല്ലാവർക്കും വേണ്ടിയും भगवान राम ഭഗവാൻ का ശ്രീരാമന്റെ यही സന്ദേശം संदेश है. ഇതാണ്. मुझे विश्वास है हम सब आगे बढ़ेंगे. എനിക്ക് വിശ്വാസമുണ്ട്, നാം എല്ലാവരും മുന്നേറും, ദേശവും മുന്നേറും. भगवान राम का ये मंदिर ഭഗവാൻ രാമന്റെ ഈ ക്ഷേത്രം യുഗങ്ങളോളം മാനവരാശിക്ക് പ്രേരണയും മാർഗദർശനവും നൽകിക്കൊണ്ടേയിരിക്കും. रहेगा. वैसे कोरोना की वजह से जिस तरह കൊറോണ കാരണം ഇന്ന് ഏത് സ്ഥിതിവിശേഷമാണോ ഉണ്ടായിരിക്കുന്നത്, അതുപോലെ പ്രഭു രാമന്റെ നീതിമാർഗം ഏറെ ആവശ്യമാണ്. आज और अधिक आवश्यक है. वर्तमान की मर्यादा है 2 गज की दूरी, मास्क है 2 ഗജം जरूरी. അകലം പാലിക്കുക, മാസ്ക് ഉപയോഗിക്കുക എന്നിവ ഇപ്പോൾ ആവശ്യമാണ്. करते हुए सभी നേരായ देशवासियों മാർഗത്തിൽ को സഞ്ചരിക്കുന്ന ദേശവാസികൾക്ക് प्रभु राम പ്രഭു ശ്രീരാമൻ
ആരോഗ്യവും സൗഖ്യവും നൽകട്ടെ എന്ന് स्वस्थ പ്രാർത്ഥിക്കുന്നു. रखे, सुखी रखे. എല്ലാ ദേശവാസികൾക്കും यही प्रार्थना है. സീതാമാതാവിന്റെയും ശ്രീരാമന്റെയും ആശീർവാദവും ഉണ്ടാകട്ടെ. माता सीता और श्री राम का आशीर्वाद बना रहे. ഈ പ്രാർത്ഥനയോടെ എല്ലാ ദേശവാസികളെയും ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. सभी देशवासियों को एक बार फिर कोटि कोटि बधाइयां. मेरे साथ पूरे भक्ति भाव से बोलिए, सियापति रामचंद्र की, सियापति रामचंद्र की, सियापति रामचंद्र की. बहुत बहुत धन्यवाद.